നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അനഖാറ മനിൽ, സാന്ദ്ര. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. രാമഭാരതം, പ്രാണപ്രതിഷ്ഠയിൽ വിളങ്ങി അയോധ്യ. കരുവന്നൂർ തട്ടിപ്പ് കേസ് അന്വേഷണം അനിശ്ചിതമായി നീട്ടരുതെന്ന് ഹൈക്കോടതി. മ്യാൻമാർ സൈനികർ അഭയം തേടി ഇന്ത്യയിലേക്ക്, അതിർത്തിയിൽ വേലി കെട്ടുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക് 75ലേക്ക്. മണിപ്പൂരിന് പിറന്നാൾ ആശംസകളുമായി പ്രധാനമന്ത്രി. വർക്കലയിൽ വൻ കവർച്ച, 2 പേർ അറസ്റ്റിൽ. ടൂറിസം സംസ്ഥാനമാകാൻ കേരളത്തിന് വൻ സാധ്യത, മന്ത്രി മുഹമ്മദ് റിയാസ്. കനത്ത സുരക്ഷയിൽ അയോധ്യ. നാടകീയം തുടക്കം. അതൃപ്തിയോടെ ഗവർണറുടെ നയപ്രഖ്യാപനം 1.5 മിനിറ്റിലൊതുക്കി ആരോടും മിണ്ടാതെ മടക്കം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. രാമഭാരതം, പ്രാണപ്രതിഷ്ഠയിൽ വിളങ്ങി അയോധ്യ. ഇതിഹാസ പ്രസിദ്ധമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ലോകമെങ്ങുമുള്ള ശ്രീരാമഭക്തർക്ക് സായുജ്യമായി. പുരോഹിതരുടെ കണ്ഠങ്ങളിൽ നിന്ന് വേദമന്ത്രങ്ങളും ക്ഷേത്രസന്നിധിയിൽ നിന്ന് ശ്രീരാമസ്തുതികളും മംഗളവാദ്യങ്ങളും മുഴങ്ങിയ ഭക്തിസാന്ദ്രമായ അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന യജമാനനായി ശ്രീരാമപാദങ്ങളിൽ താമരപ്പൂവർപ്പിച്ചു. അപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:32. തൊട്ടടുത്ത നിമിഷം ക്ഷേത്രവളപ്പിലും അയോധ്യ നഗരത്തിലെമ്പാടും സ്ഥാപിച്ചിരുന്ന കൂറ്റൻ സ്ക്രീനുകളിൽ ദേവന്റെ മിഴി ദൃശ്യങ്ങൾ തെളിഞ്ഞു. സർവാലങ്കാര വിഭൂഷിതനായി, കിരീടധാരിയായി, കോദണ്ഡ വില്ലുമേന്തി പുഞ്ചിരി തൂകുന്ന ഭഗവാന്റെ പൂർണ്ണരൂപവും പുറം ലോകത്തിന് ദർശിക്കാനായി. വ്യോമസേന ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്ന് ക്ഷേത്രത്തിനു മുകളിലും അയോധ്യ നഗരത്തിലെമ്പാടും പുഷ്പവൃഷ്ടി നടത്തി. RSS മേധാവി മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവരും താമര അർപ്പിച്ചു. മോദി പുഷ്പങ്ങളും കുങ്കുമവും അർപ്പിച്ചു. റോസാപ്പൂവിൽ പുണ്യജലം തൊട്ട് അർച്ചന നടത്തി. വസ്ത്രവും തുളസിക്കതിരും സമർപ്പിച്ചു. കരുവന്നൂർ തട്ടിപ്പ് കേസ് അന്വേഷണം അനിശ്ചിതമായി നീട്ടരുതെന്ന് ഹൈക്കോടതി. തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണം അനിശ്ചിതമായി നീട്ടരുതെന്ന് EDയോട് ഹൈക്കോടതി. കരുവന്നൂരിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്നും സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ല സാധാരണക്കാർക്കുള്ളതാണെന്നും കോടതി വ്യക്തമാക്കി. സ്വത്ത് കണ്ടുകെട്ടിയതും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ പ്രതികളിൽ ഒരാൾ നൽകിയ ഹർജി പരിഗണിക്കുമെന്നായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ വരെയായെന്ന് EDയോട് കോടതി. അന്വേഷണം തുടരുന്നുവെന്നായിരുന്നു EDയുടെ മറുപടി. ഇതോടെയാണ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകരുതെന്ന് കോടതി നിർദ്ദേശിച്ചത്. മ്യാൻമാർ സൈനികർ അഭയം തേടി ഇന്ത്യയിലേക്ക്, അതിർത്തിയിൽ വേലി കെട്ടുന്നു. മ്യാൻമാറിലെ വിമതസേനയും ജുണ്ട ഭരണകൂടവും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായതോടെ നൂറുകണക്കിന് മ്യാൻമാർ സൈനികർ അഭയം തേടി ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുന്നതായി റിപ്പോർട്ട്. അതിർത്തി സംസ്ഥാനമായ മിസോറമിലേക്കാണ് മ്യാൻമാർ സൈനികരുടെ കുടിയേറ്റം. അതിനിടെ മ്യാൻമാറിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടക്കുന്നത് തടയുന്നതിന് അതിർത്തി വേലിക്കെട്ട് അടയ്ക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ അറിയിച്ചു. ബംഗ്ലാദേശുമായുള്ള അതിർത്തി വേലിക്കെട്ടി അടച്ചതുപോലെ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയും വേലിക്കെട്ടി അടയ്ക്കും. ഗുവാഹത്തിയിലെ അസം പോലീസ് കമാൻഡ് ഡോസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലാണ് അമിത് ഷായുടെ പ്രതികരണം. 1643 കിലോമീറ്റർ അതിർത്തിയാണ് മ്യാൻമാറുമായി ഇന്ത്യ പങ്കിടുന്നത്. മിസോറം, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് മ്യാൻമാറുമായി അതിർത്തിയുള്ളത്. ഇന്ത്യൻ റിപ്പബ്ലിക് 75ലേക്ക്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ 75ാം വാർഷികത്തിലേക്ക് രാജ്യം കടന്നിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിലെ ഉദാത്ത തത്വങ്ങളും സ്വാംശീകരിച്ച ഭരണഘടന നിലവിൽ വന്ന ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന വൈവിധ്യമാർന്ന കലാപാരമ്പര്യങ്ങൾ സമന്വയിക്കുന്ന ഒരു അപൂർവ കലാസൃഷ്ടിയുമാണ്. അതിമനോഹര കാലിഗ്രാഫിയിൽ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഭരണഘടനയുടെ രൂപകൽപ്പനയിൽ
ബംഗാൾ, മുഗൾ, ചോള, ജാപ്പനീസ്, അജന്ത, ബുദ്ധ, ജെയിൻ കലാശൈലികൾ ഇഴചേരുന്നു. മണിപ്പൂരിന് പിറന്നാൾ ആശംസകളുമായി പ്രധാനമന്ത്രി. സംസ്ഥാന രൂപീകരണത്തിന്റെ വാർഷിക ദിനത്തിൽ മണിപ്പൂരിന് ആശംസ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പുരോഗതിക്ക് മണിപ്പൂർ മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിപുര, മേഘാലയ എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും രൂപീകരണ ദിനത്തിൽ പ്രധാനമന്ത്രി ആശംസ നേർന്നു. എക്സിലൂടെയായിരുന്നു പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചത്. വർക്കലയിൽ വൻ കവർച്ച, 2 പേർ അറസ്റ്റിൽ. വർക്കലയിൽ വീട്ടുകാരിയെ മയക്കിക്കിടത്തി മോഷണം. വീട്ടുജോലിക്കാരിയായ നേപ്പാൾ സ്വദേശിനി ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സംഘത്തിലെ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഹരിഹരപുരം LP സ്കൂളിന് സമീപത്തെ വീട്ടിൽ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. 74-കാരിയായ ശ്രീദേവി അമ്മയും മരുമകൾ ദീപയും ഹോം നേഴ്സായ സിന്ധുവുമായിരുന്നു വീട്ടിൽ താമസം. ഇവരെ 3 പേരെയും മയക്കിക്കിടത്തി സ്വർണവും പണവും അപഹരിച്ചു. 15 ദിവസമായി ഇവിടെ ജോലിക്ക് വരുന്ന നേപ്പാൾ സ്വദേശിയായ യുവതിയുടെ നേതൃത്വത്തിലായിരുന്നു മോഷണം. ടൂറിസം സംസ്ഥാനമാകാൻ കേരളത്തിന് വൻ സാധ്യത. മന്ത്രി മുഹമ്മദ് റിയാസ്. ഒരു ടൂറിസ്റ്റ് സംസ്ഥാനമാകാനുള്ള എല്ലാ സാധ്യതകളും ചേരുവകളും കേരളത്തിനുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിന്റെ മുക്കും മൂലയും ഏതൊരു സഞ്ചാരിയും ഇഷ്ടപ്പെടുന്നതാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ഏതൊരു സഞ്ചാരിയെയും വീണ്ടും ഇവിടേക്ക് വരാൻ പ്രേരിപ്പിക്കും. ആളുകളുടെ പേരോ നിറമോ വേഷമോ നോക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. ആതിഥ്യമര്യാദയിൽ കേരളം ലോകത്തിന് മാതൃകയാണ്. കേരളത്തിലെത്തുന്ന സഞ്ചാരികൾ സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരാകുകയാണ്. കേരളമാകെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സാധ്യതയും. എന്നാൽ അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. സഞ്ചാരികൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാൻ കാരണം ഇവിടത്തെ ജനങ്ങളും അവരുടെ മതനിരപേക്ഷ മനസ്സുമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ കേരളത്തിലെത്തുന്നത് അമേരിക്കയിൽ നിന്നാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഞ്ചാരികളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കനത്ത സുരക്ഷയിൽ അയോധ്യ. കാവലായി 100 സ്നൈപ്പർമാർ. സരയൂ നദി മുതൽ കമാൻഡോകൾ. 10,000 CCTVയുടെ നിരീക്ഷണം. ഉത്തർപ്രദേശ് സർക്കാർ അയോധ്യയിൽ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. CCTV ക്യാമറകൾ, ഡ്രോൺ സംവിധാനവും സുരക്ഷയ്ക്കായുണ്ട്. ചടങ്ങിന് എല്ലാ മതവിഭാഗങ്ങളുടെയും പിന്തുണയുമുണ്ടെന്നും ചടങ്ങ് വിജയമാക്കാൻ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും UP പോലീസ് വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള ഭീഷണിയും ഉയർന്നിട്ടില്ലെന്നും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. UP പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അതീവ ജാഗ്രതയിലാണ് സാഹചര്യം നിരീക്ഷിക്കുന്നത്. നാടകീയം തുടക്കം. അതൃപ്തിയോടെ ഗവർണറുടെ നയപ്രഖ്യാപനം. 1.5 മിനിറ്റിലൊതുക്കി ആരോടും മിണ്ടാതെ മടക്കം. 15-ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് അസാധാരണ നടപടികളോടെ തുടക്കം. രാവിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. എന്നാൽ ഗവർണർ വെറും 1 മിനിറ്റും 24 സെക്കൻഡും മാത്രമാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. ഇത് നിയമസഭ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ AN ഷംസീറും മന്ത്രി K രാധാകൃഷ്ണനും ചേർന്നാണ് ഗവർണറെ നിയമസഭയിൽ സ്വീകരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ബൊക്കെ നൽകിയെങ്കിലും മുഖത്ത് പോലും ഗവർണർ നോക്കിയില്ല. സൗഹൃദഭാവമില്ലാതെ അകത്തേക്ക് പ്രവേശിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് വായിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വ്യക്തമായ സൂചന നൽകിയാണ് നിയമസഭയിൽ നിന്ന് മടങ്ങിയത്. പ്രസംഗത്തിനിടെ എൻ്റെ സർക്കാർ എന്ന് പറയാൻ അദ്ദേഹം കൂട്ടായില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. രാമഭാരതം. പ്രാണപ്രതിഷ്ഠയിൽ വിളങ്ങി അയോധ്യ. കരുവന്നൂർ തട്ടിപ്പ് കേസ് അന്വേഷണം അനിശ്ചിതമായി നീട്ടരുതെന്ന് ഹൈക്കോടതി. മ്യാൻമാർ സൈനികർ അഭയം തേടി ഇന്ത്യയിലേക്ക്. അതിർത്തിയിൽ വേലി കെട്ടുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക് 75ലേക്ക്. മണിപ്പൂരിന് പിറന്നാൾ ആശംസകളുമായി പ്രധാനമന്ത്രി. വർക്കലയിൽ വൻ കവർച്ച, 2 പേർ അറസ്റ്റിൽ. ടൂറിസം സംസ്ഥാനമാകാൻ കേരളത്തിന് വൻ സാധ്യത. മന്ത്രി മുഹമ്മദ് റിയാസ്. കനത്ത സുരക്ഷയിൽ അയോധ്യ. നാടകീയം തുടക്കം. അതൃപ്തിയോടെ ഗവർണറുടെ നയപ്രഖ്യാപനം. 1.5 മിനിറ്റിലൊതുക്കി ആരോടും മിണ്ടാതെ മടക്കം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ.
ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 128ാമത് ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ ആരും തന്നെ വിജയികളായിട്ടില്ല. 128ാമത് ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: ആനന്ദക്കൂത്തുകൾ ആരുടെ കവിതയാണ്? ഉത്തരം മഞ്ജു വെള്ളയാണി. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: ശ്രീനിവാസ രാമാനുജന്റെ ജന്മസ്ഥലം ഏത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വ്യക്തിവിശേഷ പരിപാടിയിൽ പ്രതിഭാശാലിയായ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജനെ കുറിച്ച് കേൾക്കാം. അവതരണം പാർവതി AS. 1887 ഡിസംബർ 22 തമിഴ്നാട്ടിലെ മദ്രാസിലാണ് ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത്. ഈ റോഡിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു പുസ്തകമായിരുന്നു. ജോർജ് കാർ എന്ന അത്ര പ്രശസ്തനല്ലാത്ത ഒരു ഗണിതശാസ്ത്രജ്ഞൻ്റെ സിനോപ്സിസ് ഓഫ് എലിമെൻ്ററി റിസൾട്ട് ഇൻ പ്യുവർ ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്ന പുസ്തകം കൊച്ചു രാമാനുജന് ഗണിതത്തോടുള്ള ഇഷ്ടം കൂട്ടി. 15-ാം വയസ്സിലായിരുന്നു രാമാനുജൻ ഈ പുസ്തകം ലഭിച്ചത്. തന്നെ കുഴക്കിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലും എഴുത്തുകാരൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സ്വയം ഗവേഷണം ചെയ്തും അദ്ദേഹം സമയം കുറെ ചിലവഴിച്ചു. ഇതിനിടെ പുതിയ ചില സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടതും താൻ ഗണിതത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതും രാമാനുജൻ തിരിച്ചറിഞ്ഞു. പൈയുടെ മൂല്യം 8 ദശാംശ സ്ഥാനം വരെ കൃത്യമായി നിർണ്ണയിക്കാനുള്ള മാർഗം അദ്ദേഹം ആവിഷ്കരിച്ചു. പിന്നീട് പൈയുടെ മൂല്യം വേഗത്തിൽ നിർണ്ണയിക്കാനുള്ള കമ്പ്യൂട്ടർ ആൽഗരിതത്തിന് അടിസ്ഥാനമായത് ഈ കണ്ടുപിടുത്തമാണ്. അക്കാലത്ത് നിലവിൽ വന്ന ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയിൽ തൻ്റെ പ്രതിബന്ധം പ്രസിദ്ധീകരിച്ചത് രാമാനുജന് പ്രശസ്തി നേടിക്കൊടുത്തു. ഇതോടെ ഗണിതത്തിലാണ് തൻ്റെ ജീവിതമെന്ന് ആ പ്രതിഭ തിരിച്ചറിയുകയായിരുന്നു. ഇതിനിടെ സംഖ്യാസിദ്ധാന്തം, അനന്തശ്രേണി, ഗണിത വിശകലനം എന്നിവയിൽ രാമാനുജൻ വിലപ്പെട്ട സംഭാവനകൾ നൽകി. കോളേജിൽ സ്കോളർഷിപ്പോടെ ചേർന്നെങ്കിലും ഗണിതമൊഴികെയുള്ള വിഷയങ്ങളിലെ താൽപ്പര്യക്കുറവ് തിരിച്ചടിയായി. അതോടെ മറ്റ് വിഷയങ്ങളിൽ തോറ്റ രാമാനുജൻ്റെ സ്കോളർഷിപ്പിനൊപ്പം പഠനവും മുടങ്ങി. 1911 ജേണൽ ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയിൽ ആദ്യ പ്രതിബന്ധം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞൻ ഹാർഡിയുമായുണ്ടായ സൗഹൃദം രാമാനുജന് പ്രതിഭാ കടൽ കടന്ന് പറക്കാൻ കാരണമായി. 1918 റോയൽ സൊസൈറ്റി അംഗത്വം രാമാനുജനെ തേടിയെത്തി. ഉന്നത ഗണിത വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നിട്ടും സ്വപ്രയത്നത്താൽ ഗണിതശാസ്ത്രത്തിലെ ഉന്നത പദവി അലങ്കരിച്ച രാമാനുജൻ സമപ്രായക്കാർക്ക് വലിയ അത്ഭുതമായിരുന്നു. പ്രശസ്തിയുടെ ഉന്നതയിൽ നിൽക്കെയാണ് ആ അതുല്യ പ്രതിഭ വിടവാങ്ങിയത്. 1920 ഏപ്രിൽ 26 ക്ഷയരോഗബാധിതനായി അദ്ദേഹം അന്തരിച്ചു. ഗണിതമുള്ളിടത്തോളം കാലം ഓർക്കപ്പെടാൻ മാത്രം സംഭാവനകൾ നൽകിയാണ് അദ്ദേഹം തൻ്റെ 32 വർഷവും 4 മാസവും 4 ദിവസവും നീണ്ട ചെറിയ ജീവിതത്തിൽ നിന്നും മടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ദിനമായി ആചരിക്കുന്നു. നന്ദി. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.